ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കല്ലേ. എങ്കിലേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിന്ന് ഇരുമ്പമ്പുളി, നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പമ്പുളി കൊണ്ട് ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സമയത്തൊക്കെ മീനിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇരുമ്പമ്പുളി കൊണ്ട് നമുക്കൊരു മീൻ കറി സ്റ്റൈലിലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇരുമ്പമ്പുളി നമ്മുടെ വീട്ടിലെ തന്നെ മരത്തിൽ നിന്ന് നമ്മൾ പിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്രയും പുളി നമുക്ക് പറിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും പുളി നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിന്ന് നന്നായിട്ട് അത് കഴുകി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനൊരു പുളി 4 മുറിക്കുന്നത്. അതിൻ്റെ 2 വശവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പുളി 4 കഷ്ണമായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കിളി വന്നു കഞ്ചിയ ജാലകവാതിൽ മഴയായി ചാടിയതായി മൂടിയ കോണിയ കാറ്റിൻ കടലിൽ ഒന്നുവായി ചാടിയവാറ് അവളുടെ നെറുകിൽ തൊടുവിരലാലെ കവിതകളെഴുതിയതാരേ നിലവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ. അപ്പം നമ്മുടെ രുദ്രൻകുട്ടൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു അവനൊരു മുട്ട വറുത്ത് കൊടുക്കാം. ആൾ നമ്മുടെ അടുത്ത് തന്നെ വന്നിരിപ്പുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മളെ കാണണം. പെട്ടെന്ന് നമ്മളെ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ്റെ മുട്ട വറുത്ത് കൊടുക്കുവാണ്. ആളിതേ അവിടെ കസേരക്കയറി ഇരിക്കുന്നുണ്ട്. അല്ലേ ആ മുട്ട വറുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പം തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്കും അവന് വെള്ളം വേണം, തേങ്ങ വെള്ളവും കൊടുത്തു. തേങ്ങ പൊട്ടിച്ച അപ്പോൾ ആശാൻ വരും, വെള്ളം എനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം അവന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി വെള്ളമില്ല, സാധാ വെള്ളം വേണം തരാൻ, തേങ്ങ വെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ അണക്കി എന്തായാലും ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും, ഒരു സ്ഥലത്തടങ്ങിയിരിക്കത്തില്ല. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുത്ത് അതിനരപ്പിനുള്ള പിന്നെ ചേരണ്ടി എടുക്കണം. അപ്പം നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നമ്മളത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് കുഞ്ഞുള്ളി ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. ഒരുപാട് അങ്ങോട്ട് അരയണമെന്നില്ല, ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ശകലം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഈ ഇരുമ്പുളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പം നമ്മൾ ഇരുമ്പുളി ആദ്യം ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ അരപ്പും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ശകലം വെള്ളം മാത്രം ഒഴിച്ച് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് അടപ്പിലോട്ട് വെക്കാം. അപ്പോൾ കറി കൂട്ടി അടപ്പി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മരത്തിൽ നിന്ന് പിച്ചിക്കൊണ്ട് വരാം. സിന്ദൂരപ്പൊട്ടു തൊടുമ്പോൾ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിടുന്നു, പണ്ടെന്നോ സൂര്യനുദിച്ചിടുന്നു. വാത്സല്യത്തിരയിളകും
ഹൃദയത്തിനുള്ളിൽ ചിപ്പിവിടാമല്ലോ കരുണതൻ മുത്തുപൊഴിയുമല്ലോ ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. അപ്പം നമ്മൾ പിച്ചിക്കൊണ്ടുവന്ന കറിവേപ്പിലും കൂടെ കറിയിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ.